പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയായി ഞങ്ങളിലേക്ക് അങ്ങ് നിറയണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകത്താല് ഞങ്ങളെ അങ്ങ് നിറയ്ക്കണമേ. ചൈതന്യത്താല്, വിശുദ്ധിയാല് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, തിന്മയുടെ ശക്തികളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വിടുതലുകൾ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയായി ഇറങ്ങി ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകള്, എല്ലാ പോരായ്മകള്, എല്ലാ പാപബന്ധനങ്ങള് അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നുചേർന്ന് ദൈവത്തെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, അഗ്നിയായി നിറയണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, അഗ്നിയായി നിറയണമേ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. ആത്മാവേ, അഗ്നിയായി നിറയണമേ. ആത്മാവേ, അഗ്നിയായി നിറയണമേ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 23-ാം തിരുവചനം. തിന്മ വർദ്ധിച്ചപ്പോൾ സോദോമിലും ഗമോറയിലും കർത്താവ് ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധകവും വർഷിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് തിന്മയുടെ സ്വാധീനങ്ങള്, തിന്മയുടെ ശക്തികള്, പാപബന്ധനങ്ങള്, പാപാവസ്ഥകള് ദൈവസന്നിധിയിലേക്ക് നീ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. കർത്താവ് നിന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധകവും ഇറങ്ങി ഭൂമിയെ വിശുദ്ധീകരിച്ചതുപോലെ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകള്, എൻ്റെ ജീവിതത്തിലെ എല്ലാ പോരായ്മകള്, എൻ്റെ ജീവിതത്തിലെ തഴക്കദോഷങ്ങള് പരിശുദ്ധാത്മാവേ അങ്ങയുടെ അഗ്നി ഇറക്കി എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ എൻ്റെ ജീവിതത്തിലെ കുറവുകള്, എൻ്റെ ജീവിതത്തിലെ പോരായ്മകള് നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്മേൽ ഭരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്മേൽ ഭരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പരിശുദ്ധാത്മാവേ, ഈ ലോകം മുഴുവൻ പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുമ്പോൾ, മാനവരെല്ലാം നാശത്തിന്റെ നിഴലിലൂടെ സഞ്ചരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോക ശക്തികൾക്കെതിരായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ, തിന്മയുടെ ശക്തികളിൽ നിന്ന് അകന്ന് ഒരു ജീവിതം നയിക്കുവാൻ, വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗപീഠകളും എല്ലാ പാപബന്ധനങ്ങളും ഈ നിമിഷം നിന്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും എൻ്റെ ജീവിതത്തിലെ പോരായ്മകളും പരിശുദ്ധാത്മാവേ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് അനുഗ്രഹമായി എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോക ശക്തികളെ അതിജീവിക്കുവാനായിട്ട്, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട്
നിമിഷങ്ങളായിട്ട് പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തളർന്നു പോകുന്ന അവസരങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർന്ന് പാടുന്നു. ലോകം മുഴുവൻ പാപത്തിന്റെ വിനകൾ നിറഞ്ഞിടുന്നു, മാനവരെല്ലാം നാശത്തിന്റെ നിഴലിൽ കഴിയുന്നു. ലോകം മുഴുവൻ പാപത്തിന്റെ വിനകൾ നിറഞ്ഞിടുന്നു, മാനവരെല്ലാം നാശത്തിന്റെ നിഴലിൽ കഴിയുന്നു. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായ പരിശുദ്ധാത്മാവേ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായ പരിശുദ്ധാത്മാവേ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായ പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ അഗ്നിയായക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ. അഭിഷേകത്തിനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപകൾ നിന്റെ ജീവിതത്തിലേക്ക് നിറയുവാൻ വേണ്ടി, എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവേ, 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 വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കുക. കൃപകൾ നിന്റെ ജീവിതത്തിലേക്ക് നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപകൾ നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് നീ പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് നീ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് നിറയുന്നതിന് വേണ്ടി ഈ നിമിഷങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. അഭിഷേകം നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ, വിശുദ്ധി നൽകണമേ പരിശുദ്ധാത്മാവേ, ചൈതന്യം നൽകണമേ പരിശുദ്ധാത്മാവേ, തിന്മയുടെ ശക്തികളിൽ വിടുതൽ ലഭിക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ആരാധനയുടെയും സ്തുതിപ്പിന്റെയും ഈ നിമിഷങ്ങള് നീ നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വലിയൊരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വലിയ അടയാളങ്ങൾ നൽകുവാൻ പോകുന്നു. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, പറഞ്ഞാൽ ആരും സമ്മതിക്കാത്ത ഒരു വലിയ അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകാൻ പോവുകയാ. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, നീ വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഈ നിമിഷങ്ങൾ വിശ്വാസത്തോടുകൂടെ ശക്തിയോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, ധ്യാനിക്കുന്നു. കട്ടിലോട് കൂടെ 4 പേര് അവനെയും ചുമന്നുകൊണ്ടുവന്ന് വീടിന്റെ മേൽക്കൂര പൊളിച്ച് ഈശോ ഇരുന്ന സ്ഥലത്തേക്ക് അവനെ ഇറക്കുകയാ.
അവരുടെ വിശ്വാസം കണ്ട് ദൈവം അവനിലേക്ക് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുക. 11ഉം 12ഉം തിരുവചനങ്ങൾ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലെന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയ ദൈവമക്കളെ, നീ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ശ്രമിച്ചാൽ, നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ, അവിടുന്ന് നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന നിമിഷങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 27-ാം തിരുവചനം, കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തത അവിടെ ഉണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള പൊന്നു തമ്പുരാൻ, ഈ നിമിഷം ദൈവം നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാ. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ വേദനകള്, നിന്റെ പ്രയാസങ്ങള്, നിന്റെ ദുഃഖങ്ങള് എല്ലാം ഈ നിമിഷം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹങ്ങള്, കൃപകള്, അത്ഭുതങ്ങള്, അടയാളങ്ങള് നിന്റെ ജീവിതത്തിലേക്ക് നിറയുവാൻ വേണ്ടി, മറ്റുള്ളവർ കേട്ടാൽ വിശ്വസിക്കാത്ത, മറ്റുള്ളവർ കേട്ടാൽ സമ്മതിക്കാത്ത ഒരു വലിയ അടയാളം, ഒരു വലിയ അത്ഭുതം നിന്റെ ജീവിതത്തിലേക്ക് നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പാടുന്നു. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തെ ഞാനിതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും, എൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകളും ഈ നിമിഷം ഞാനിതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ഒന്ന് ചേർന്ന് നിന്നെ സ്തുതിച്ച് പാടുന്നു. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തീർപ്പുണ്ടു ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തീർപ്പുണ്ടു ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ഞാനിതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരാൽ ക്രൂശിക്കപ്പെടുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ദൈവമേ, അങ്ങിൽ മാത്രം ആശ്രയിക്കുവാനായിട്ട്, അങ്ങിൽ മാത്രം ആശ്വാസം കണ്ടെത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വേദനകൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന എല്ലാ പരിഹാസങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഈ നിമിഷം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ പാടി പ്രാർത്ഥിക്കുന്നു. ചരിഞ്ഞിരിക്കും മതിലെന്നോ
പൊളിഞ്ഞൊരു വേലിയെന്നു നിന്നെ വിളിച്ചാൽ നിന്ദനം കേട്ടിടത്തു നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. ചരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്ദനം കേട്ടിടത്തു നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങള് 16-ാം അധ്യായം 25-ാം തിരുവചനത്തില് നമ്മൾ വായിക്കുന്നു, തടവറയിലായിരുന്നു കൊണ്ട് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്ന പൗലോസും സീലാസും. നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ എല്ലാം മറന്ന് നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, പ്രയാസങ്ങളിലൊക്കെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, ഈ നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന നിമിഷങ്ങളാണ്. വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തടവറയിൽ ആയിരുന്നു കൊണ്ട് പൗലോസും സീലാസും ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ കെട്ടുകൾ, ബന്ധനങ്ങൾ, ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീണതുപോലെ ഈ നിമിഷം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ കെട്ടുകളും ബന്ധനങ്ങളും ചങ്ങലകളുമൊക്കെ അഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൃപകൾ, അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കേട്ടുകേൾവി മാത്രമെന്നു ജനം പറയും, തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. കേട്ടുകേൾവി മാത്രമെന്നു ജനം പറയും, തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് നിറയണമേ എന്ന് ഈ നിമിഷങ്ങളിൽ നീ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങള്, എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങള് എല്ലാം ഈ നിമിഷം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 സ്തുതിക്കുവാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 31-ാം തിരുവചനം. ഊമർ സംസാരിക്കുന്നു, വികലാംഗർ സുഖം പ്രാപിക്കുന്നു, മുടന്തർ നടക്കുന്നു, അന്ധർ കാഴ്ച പ്രാപിക്കുന്നു. ഇത് കണ്ട് ജനം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമക്കളെ, ഈ നിമിഷങ്ങൾ നീ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണിത്. നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന സമയമായത്. നീ വിശ്വസിക്കുക, വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കുക.
നീ ദൈവകരങ്ങളിലേക്ക് നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. ജെറമ്യാ പ്രവാചകനിലൂടെ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്, നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എനിക്ക്. ദൈവിക പദ്ധതികൾ മനസ്സിലാക്കുവാൻ, ദൈവിക പദ്ധതികൾക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ നീ പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട്, ദൈവഹിതം നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ, നിന്റെ ആഗ്രഹങ്ങളോ നിന്റെ അഭിലാഷങ്ങളോ അല്ല നിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ദൈവഹിതത്തിന് നീ വിട്ടുകൊടുക്കുക. പൂർണ്ണമായിട്ട് നീ വിട്ടുകൊടുക്കുക. നീ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോഴാ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാനായിട്ട് സാധിക്കുക. ദൈവത്തെ സ്തുതിച്ച് നീ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.